പോരാട്ടത്തിന്റെ പാതയിലേക്ക് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. പലസ്തീൻ സ്വതന്ത്രമാകുന്നതുവരെ ഞാൻ പോരാടും. പലസ്തീന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ 41 വർഷം ഫ്രാൻസിലെ ജയിലിലെ 4 ചുവരുകൾക്കുള്ളിൽ തടവ് ജീവിതം കഴിച്ചുകൂട്ടി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ലബനീസ് കമ്മ്യൂണിസ്റ്റ് നേതാവും ലബനീസ് സായുധ വിപ്ലവ വിഭാഗങ്ങളുടെ സ്ഥാപകനുമായ ജോർജ് ഇബ്രാഹിം അബ്ദുള്ളയുടെ വാക്കുകളാണിത്. അദ്ദേഹം പറയുന്നു, ഇസ്രായേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനത്തിന്റെയും പ്രതിരോധത്തിന്റെയും അവസാന അധ്യായങ്ങളാണ് അവർ ഇപ്പോൾ ജീവിച്ചു തീർക്കുന്നത്. പലസ്തീൻ തുടരണം. പലസ്തീനിലെയും ഗസയിലെയും ജനങ്ങളുടെ യാതനകൾ നോക്കി നിൽക്കുന്ന അറബുകൾ ചരിത്രത്തിന് വലിയ നാണക്കേടാണ്. ഇപ്പോഴും ദശലക്ഷക്കണക്കിന് അറബുകൾ വെറുതെ നോക്കി നിൽക്കുകയാണ്. ഈജിപ്തിൽ നിന്നും മീറ്ററുകൾ മാത്രം അകലെ അൽ അസറിൽ പ്രവാചകൻ മുഹമ്മദിന്റെ കാബയ്ക്ക് മീറ്ററുകൾക്കിപ്പുറം പലസ്തീനിൽ കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കുകയാണ്. മുഹമ്മദ് നബിയുടെ 80 ദശലക്ഷം അനുയായികൾ ജീവിക്കുന്ന ഈജിപ്തിൽ നിന്നും മീറ്ററുകൾക്കപ്പുറം പലസ്തീനിലെ മക്കൾ വിശന്നു മരിക്കുന്നു. എല്ലാ അറബുകൾക്കും എത്ര നാണക്കേടാണിത്. ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. എങ്ങനെയാണ് ഈ ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. ഗസയിലേക്ക് കടക്കാൻ ശ്രമിച്ച എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ആരുമില്ല. ആരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല. വെറും 2 ദശലക്ഷം ഈജിപ്തുകൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ തീർക്കാവുന്നതേയുള്ളൂ, നിൽക്കാവുന്നതേയുള്ളൂ ഈ കൂട്ടക്കുരുതി. ഈജിപ്തുകാർ മാത്രം വിചാരിച്ചാൽ ഈ യുദ്ധം നിർത്താം. ഈ കൂട്ടക്കുരുതി ഒഴിവാക്കാം. ഈജിപ്തുകാർ മാത്രം വിചാരിച്ചാൽ മതി. പ്രതിരോധത്തിൽ മരിച്ചു വീണ രക്തസാക്ഷികൾക്ക് മുന്നിൽ ഞങ്ങൾ എന്നേക്കുമായി കുമ്പിടുന്നു. കാരണം അവരാണ് സ്വാതന്ത്ര്യം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം. ഞങ്ങളുടെ പോരാട്ടം ഈ നാട്ടിന്റെ പോരാട്ടമാണ്. അതിവിടെ വേരുറച്ചതാണ്. ആർക്കും അതിന്റെ വേരിറക്കാനാകില്ല. ആ വേരുകൾ ക്ഷയിച്ചതല്ല, അവ വളരെ ശക്തമാണ്. ഈ പോരാട്ടത്തിന്റെ നേതാക്കൾ അതിന്റെ രക്തസാക്ഷികളാണ്. എന്നത്തെക്കാളും കൂടുതൽ നാം പോരാടേണ്ടിയിരിക്കുന്നു. ജയിൽ മോചിതനായ ജോർജ് ഇബ്രാഹിം അബ്ദുള്ളയ്ക്ക് അനുയായികളും ബന്ധുക്കളുമൊക്കെ ബെയ്റൂട്ടിൽ വെച്ചൊരു സ്വീകരണം നൽകി. ആ ചടങ്ങിൽ അദ്ദേഹം ആദ്യമായിട്ട് സംസാരിച്ച വാക്കുകളാണ് ഈ ശക്തമായ വാക്കുകൾ. 4 പതിറ്റാണ്ട് നീണ്ട ജയിൽ ജീവിതം അദ്ദേഹത്തിൽ അല്പം പോലും മാറ്റമുണ്ടാക്കിയിട്ടില്ല എന്നാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പോരാട്ട വീര്യം അതേപോലെ ഇന്നും അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ നടുവളയ്ക്കാതെ പശ്ചാത്തപിക്കാതെ ഫാസിസത്തിനെതിരെയുള്ള അടങ്ങാത്ത പോരാട്ട വീര്യമുള്ള ഒന്നിനു മുന്നിലും ഒരിക്കലും കീഴടങ്ങാത്ത ഒരു മനുഷ്യൻ. എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ നീണ്ട 40 വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നത്? എന്തിനാണ് അമേരിക്ക ആ മനുഷ്യന് തന്റെ മനുഷ്യാവകാശങ്ങൾ പോലും നിരന്തരം നിഷേധിച്ചു കൊണ്ടിരുന്നതെന്നറിയാമോ? ഒരിക്കലും പ്രസിഡന്റിന്റെ ദയാവായ്പിനോ ശിക്ഷ ഇളവിനായ ഒരു കാരുണ്യത്തിനോ യാചിക്കാതിരുന്നത് കൊണ്ടുകൂടിയാണ്. നിലപാടുകളിൽ 1 ഇഞ്ച് പുറകോട്ട് പോകാതിരുന്നത് കൊണ്ടുകൂടിയാണ്. സ്വാതന്ത്ര്യം എന്നതൊരു സമ്മാനമല്ല, അത് നമ്മുടെ അവകാശമാണ്. അത് പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യണമെന്നാണ് ജോർജ് ഇബ്രാഹിം അബ്ദുള്ളയുടെ നിലപാട്. പക്ഷെ ഇന്ന് ലോകത്ത് സ്വാതന്ത്ര്യത്തിലാണ് കഴുതുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും യഥാർത്ഥ സ്വാതന്ത്ര്യമില്ലെന്ന യാഥാർത്ഥ്യബോധത്തോടെയും ഉൾക്കാഴ്ചയോടെയുമാണ് അദ്ദേഹം ജയിലിന്റെ 4 ചുമരുകൾ വിട്ടിറങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ആരാണ് ഈ ജോർജ് ഇബ്രാഹിം അബ്ദുള്ള എന്ന്? ഞാനൊരു പോരാളിയാണ്, കുറ്റവാളിയല്ല എന്നാണ് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞത്. ലബനീസ് മാർക്സിസ്റ്റ് സംഘടനയുടെ നേതാവായിരുന്നു ജോർജ് ഇബ്രാഹിം അബ്ദുള്ള. അമേരിക്കൻ ഇസ്രായേലി നയതന്ത്രജ്ഞരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 1987 ഫ്രാൻസ് അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നത്. 1951 ഏപ്രിൽ 2 വടക്കൻ ലബനനിലുള്ള മരോണൈറ്റ് ഭൂരിപക്ഷ പ്രദേശമായ അൽ ഖബൈത്തിലാണ് ജോർജ് ഇബ്രാഹിം അബ്ദുള്ളയുടെ ജനനം. കുടുംബം മരോണൈറ്റ് ക്രിസ്ത്യാനികളായിരുന്നു. പിതാവ് പട്ടാളക്കാരൻ. ഫ്രാൻസിലെ ടൊളൂസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫി പഠിക്കാനായി 1970 ജോർജ് അബ്ദുള്ള ഫ്രാൻസിലെത്തുന്നത്. പഠനം മാത്രമായിരുന്നില്ല അവിടെ നിന്ന് ജോർജിന് ലഭിച്ചത്. തന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെ ആഴത്തിൽ പരുവപ്പെടുത്തിയ പ്രത്യയശാസ്ത്രവും ജോർജ് അവിടെ നിന്ന് നേടി. അങ്ങനെ തന്റെ വിപ്ലവ ചിന്തകൾ നിലവിലുള്ള അസമത്വങ്ങളുമായി നിരന്തരം ഏറ്റുമുട്ടി. അതിൽ സുപ്രധാനമായിരുന്നത് പലസ്തീന്റെ പ്രശ്നവും പാശ്ചാത്യൻ സാമ്രാജ്യത്വവും കൊളോണിയലിസവും ഒക്കെയായിരുന്നു. യുവാവായ ജോർജ് ഒരു സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ ബെയ്റൂട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അവിടെ വെച്ച് പലസ്തീൻ അനുഭാവികളും അറബ് ദേശീയതാവാദികളുമായി അദ്ദേഹം നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടു. മാർക്സിസം ശക്തി പ്രാപിച്ചു വരുന്നൊരു കാലമായിരുന്നു അത്. അവിടെ നിന്ന് ഇടതുപക്ഷ ചിന്താഗതികളോട് താല്പര്യം തോന്നി അതിൽ ആകർഷനായ അദ്ദേഹം പിന്നീട് സിറിയൻ സോഷ്യലിസ്റ്റ് നാഷണലിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. 1975 മുതൽ 1990 വരെ നീണ്ട ലബനീസ് ആഭ്യന്തര യുദ്ധത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം അതിലും സജീവമായി പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ പേര് പ്രചരിക്കാൻ തുടങ്ങി. അടിച്ചമർത്തപ്പെട്ടവർക്ക് അദ്ദേഹം പ്രിയപ്പെട്ട സഖാവായി മാറി. പക്ഷെ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അദ്ദേഹം തലവേദനയായി മാറി. 1978 ഓപ്പറേഷൻ ലിറ്റാനി എന്ന രഹസ്യ പേരിൽ ഇസ്രായേൽ തെക്കൻ ലബനൻ ആക്രമിച്ചു.
ലെബനൻ ആസ്ഥാനമായുള്ള പലസ്തീൻ പോരാളികൾ ടെൽ അവീവിനടുത്ത് നടത്തിയ കോസ്റ്റൽ റോഡ് കൂട്ടക്കൊലക്കെതിരെയുള്ള ഒരു മറുപടിയായിരുന്നു ഓപ്പറേഷൻ ലിറ്റാനി. ഈ സംഘർഷത്തിൽ നിരവധി ആളുകൾ, ഒരു 1100-2000 ലെബനീസ് പലസ്തീനുകാർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെടുകയും ചെയ്തു. ഈ സംഘർഷത്തിൽ ജോർജിനും സാരമായി പരിക്കേറ്റു. അതേ വർഷം തന്നെ, അതായത് 1978 അദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ PFLP-യിൽ ചേർന്നു. അതിന്റെ അടുത്ത വർഷമാണ് 1979 ജോർജും അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ലെബനീസ് ആംഡ് റവല്യൂഷണറി ഫാഷൻസ് LARF രൂപീകരിച്ചു. PFLP-യുടെ പരിശീലനം ലഭിച്ച മറോണൈറ്റുകാർ ഈ സംഘടനയുടെ നെടുന്തൂണുകളായി മാറി. 1981 1982 ഫ്രാൻസിൽ നടന്ന 4 ആക്രമണങ്ങൾ ഉൾപ്പെടെ 5 ആക്രമണങ്ങളാണ് LARF നടത്തിയതായി പറയപ്പെടുന്നത്. ഫ്രാൻസിലെ തീവ്ര ഇടതു വിപ്ലവ സംഘടനകളായ ആക്ഷൻ ഡയറക്റ്റ്, ഇറ്റലിയിലെ റെഡ് ബ്രിഗേഡുകൾ, ജർമ്മനിയിലെ റെഡ് ആർമി വിഭാഗം തുടങ്ങി നിരവധി സംഘടനകളുമായി ഈ സംഘടനയ്ക്ക് ബന്ധവുമുണ്ടായിരുന്നു. 1980-കളുടെ തുടക്കത്തിൽ LARF-ന്റെ പേരിൽ നിരവധി കൊലപാതക കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടു. അതിലൊന്നായിരുന്നു 1982 പാരീസിൽ നടന്ന ഫ്രാൻസിലെ US എംബസിയിലെ ഡെപ്യൂട്ടി മിലിറ്ററി അറ്റാഷെ ലഫ്റ്റനന്റ് കേണൽ ചാൾസ് റേയുടെയും ഇസ്രായേൽ എംബസിയിലെ സെക്കൻഡ് കൗൺസിലർ യോക്കേവ് ബർസിമെന്തോവിന്റെയും കൊലപാതകം. 1984 റോമിൽ വെച്ച് അമേരിക്കൻ അഡ്മിറൽ ലീമൻ ഹണ്ടിന്റെ കൊലപാതകവും LARF തന്നെയാണ് നടത്തിയതെന്ന് ആരോപണമുണ്ടായി. കൂടാതെ 1984 സ്ട്രോസ്ബർഗിലെ അമേരിക്കൻ കോൺസൽ റോബർട്ടോ ഹോമിനെ വധിക്കാൻ ശ്രമിച്ചതും ഈ സംഘടന തന്നെയാണെന്ന് വീണ്ടും ആരോപണമുയർന്നു. ലെബനനിലെ പലസ്തീൻ സായുധ സംഘടനകൾക്കെതിരെ പോരാടുന്നതിൽ അമേരിക്കയും ഇസ്രായേലും പങ്കെടുത്തതിനുള്ള പ്രതികാരമായിട്ടാണ് ഈ കൊലപാതകങ്ങളും വധശ്രമങ്ങളും എന്നായിരുന്നു അന്വേഷണ ഏജൻസികളുടെ ആരോപണം. 1984 ഒക്ടോബറിൽ ഫ്രാൻസിലെ ലിയോണിൽ വെച്ച് വളരെ അവിചാരിതമായിട്ടാണ് ജോർജ് ഇബ്രാഹിം അബ്ദുള്ള പിടിയിലാവുന്ന കാലത്ത് സ്വിറ്റ്സർലൻഡിൽ താമസിച്ചിരുന്ന അബ്ദുള്ള വാടക വീടിന്റെ ഡെപ്പോസിറ്റ് തുക കൈപ്പറ്റാൻ ഫ്രാൻസിലേക്ക് പോയതായിരുന്നു. വ്യാജമായി നിർമ്മിച്ച ഒരു അൾജീരിയൻ പാസ്പോർട്ട് കൈവശം വെച്ചതിനാണ് ആദ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. LARF-ന്റെ സുപ്രധാന നേതാവാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും സംഘടന നടത്തുന്ന അക്രമങ്ങളിൽ അദ്ദേഹത്തിന് പങ്കുറപ്പിക്കാൻ യാതൊരു തെളിവും അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയില്ല. ജോർജ് ഇബ്രാഹിം അബ്ദുള്ളക്കെതിരെ കുറ്റം വ്യാജ പാസ്പോർട്ട് കൈവശം വെച്ചു എന്നത് മാത്രമായിരുന്നു. എന്നാൽ കടുത്ത ശിക്ഷ നൽകാൻ അമേരിക്കയും ഇസ്രായേലും ഫ്രഞ്ച് അധികാരികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അങ്ങനെ 4 വർഷത്തെ തടവിനാണ് അദ്ദേഹത്തെ ആദ്യം ശിക്ഷിച്ചത്. ജോർജ് ഇബ്രാഹിം അബ്ദുള്ളയുടെ സംഘടനയിലെ അംഗങ്ങൾ വെറുതെ ഇരുന്നില്ല. അദ്ദേഹത്തെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോർത്ത് ലെബനനിലെ ട്രിപ്പോളിയിൽ നിന്ന് 1985 മാർച്ച് 23 അവർ ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ സിഡ്നി ഗില്ലസ് പെയർലോസിനെ തട്ടിക്കൊണ്ടുപോയി. വിലപേശലിനൊടുവിൽ തട്ടിക്കൊണ്ടുപോയ നയതന്ത്രജ്ഞന് പകരം അബ്ദുള്ളയെ അൾജീരിയ വഴി കൈമാറാൻ ദി ഡയറക്ടറേറ്റ് ഓഫ് ടെറിട്ടോറിയൽ സർവൈലൻസ് തീരുമാനിച്ചു. 13 ദിവസത്തിന് ശേഷം LARF ബന്ദിയെ വിട്ടു നൽകിയെങ്കിലും അബ്ദുള്ളയ്ക്ക് അത്ര ഭാഗ്യമുണ്ടായില്ല. അദ്ദേഹം വാടക നൽകി താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെടുത്തത് ഇതേ സമയത്താണ്. 3 വർഷം മുമ്പ് റേയെയും ബാർസിമെന്തോവിനെയും കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന തോക്കും കണ്ടെടുത്ത ആയുധങ്ങൾക്കിടയിൽ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. അതോടെ ഇരുവരുടെയും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കാണിച്ച് ജോർജ് അബ്ദുള്ളയ്ക്ക് മേൽ കുറ്റം ചുമത്തുകയാണ് ഉണ്ടായത്. ഈ തെളിവുകളൊക്കെ ശരിക്കുള്ളതാണോ, പോലീസ് കണ്ടുവച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല. 1987 ഫെബ്രുവരി 23 പാരീസിലെ കോടതിയിൽ മറ്റൊരു വിചാരണ ആരംഭിച്ചു. കേസിൽ അമേരിക്ക സിവിൽ കക്ഷിയായി പങ്കും ചേർന്നു. ഇതിന്റെ തൊട്ടു മുന്നിലെ വർഷം ഫ്രാൻസ് വലിയ രക്തച്ചൊരിച്ചിലുകൾക്ക് സാക്ഷിയായി. 13ഓളം പേർ മരിക്കുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണം യഥാർത്ഥത്തിൽ ചെയ്തത് ഇറാൻ അനുകൂല സംഘടനയായ CSPPA ആണ്. അവർക്ക് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ കുറ്റവും 2 വർഷമായി ജയിലിൽ കിടക്കുന്ന അബ്ദുള്ളയുടെ തലയിൽ ചാർത്തപ്പെട്ടു. എന്തൊക്കെയായാലും ജോർജ് ഇബ്രാഹിം അബ്ദുള്ളയെ ജീവപര്യന്തം തടവിന് വിധിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന ഈ സാമ്രാജ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള ബഹുമതി ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞത് നിങ്ങളുടെ കോടതിയിൽ നിന്ന് കുറ്റാരോപിതനാകാനും ആരാചാരുടെ ക്രിമിനൽ നിയമസാധുതയ്ക്ക് മുന്നിൽ അവരുടെ നിയമസാധുതയെ പ്രതിരോധിക്കാനും എന്നെ നിങ്ങൾ അർഹനാക്കി എന്നാണ് അദ്ദേഹം അന്ന് കോടതിയിൽ ഇതേക്കുറിച്ച് പറഞ്ഞത്. ഫ്രഞ്ച് നിയമപ്രകാരം അബ്ദുള്ളയെ 1999 ശേഷം എപ്പോൾ വേണമെങ്കിലും മോചിതനാക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം പരോളിന് അർഹനായിരുന്നു. 2004 2020 9 പരോൾ അപേക്ഷകളാണ് നിരാകരിക്കപ്പെട്ടത്. 1999 ഡയറക്ടറേറ്റ് ഓഫ് ടെറിട്ടോറിയൽ സർവൈലൻസ് അധികാരികൾ ജഡ്ജിമാർക്ക് നേരിട്ടൊരു കത്തെഴുതി.
സയനിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലെ ഒരു പ്രതീകാത്മക വ്യക്തിയായ ജോർജ് അബ്ദുള്ളയുടെ മോചനം ലബനാനിൽ ഒരു സംഭവമായിരിക്കും എന്നതിൽ സംശയമില്ല. അദ്ദേഹം തന്റെ രാജ്യത്തേക്ക് മടങ്ങുമ്പോൾ ഒരു നായകനായി ആഘോഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, വിപ്ലവ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ ആഘോഷിക്കും. ഒരു സയനിസ്റ്റ് വിരുദ്ധൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പങ്ക് എന്ന് കത്തിൽ അവർ ഹൈലൈറ്റ് ചെയ്തിരുന്നു. 2 വർഷത്തിലൊരിക്കൽ പുതിയ റിലീസ് തീയതി ആവശ്യപ്പെടാൻ അബ്ദുള്ളയ്ക്ക് അവകാശമുണ്ടായിരുന്നു. പക്ഷെ 5 തവണയിൽ കൂടുതൽ അത് നിരസിക്കപ്പെട്ടു. വീണ്ടും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി 2008 ലോയിദാദി പോലുള്ള പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അവയെല്ലാം അദ്ദേഹത്തിന്റെ കേസിൽ മുൻകാല പ്രാബല്യത്തോടെ പ്രയോഗിക്കപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. സയനിസ്റ്റ് വിരുദ്ധനെന്ന് അന്നേ മുദ്രകുത്തപ്പെട്ട ആളാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബഹുമതി എന്നാണ് എനിക്ക് തോന്നുന്നത്. 2012 ഫെബ്രുവരിയിൽ ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി പാരീസ് സന്ദർശിച്ചപ്പോൾ അബ്ദുള്ള രാഷ്ട്രീയ തടവുകാരനാണെന്നും അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ആ അപേക്ഷയിൽ തീവ്രവാദ കേസുകൾ പരിഗണിക്കുന്ന സെന്റൻസ് എൻഫോഴ്സ്മെന്റ് കോടതി അനുകൂലമായ വിധി പ്രഖ്യാപിച്ച അദ്ദേഹത്തെ 2013 ജനുവരി 10 ഫ്രാൻസിൽ നിന്ന് നാട് കടത്താനുള്ള ഉത്തരവിന്റെ വ്യവസ്ഥയിൽ പരോൾ അനുവദിച്ചു. എന്നാൽ അന്നത്തെ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയായിരുന്ന ലോറൻ ഫാബിയസിന് അമേരിക്കയിൽ നിന്ന് ഹിലരി ക്ലിന്റന്റെ ഫോൺ വന്നതായും അദ്ദേഹത്തെ മോചിപ്പിക്കരുതെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടുവെന്നുമാണ് വിക്കിലീക്സ് രേഖകളിൽ കാണുന്നത്. ഫ്രാൻസിലെ ഏകദേശം 30 വർഷത്തെ തടവിന് ശേഷം അബ്ദുള്ള ലെബനനിലേക്ക് മടങ്ങാൻ നിശ്ചയിച്ചിരുന്ന തീയതി 2013 ജനുവരി 14 ആയിരുന്നു. എന്നിരുന്നാലും അബ്ദുള്ളയെ നാട് കടത്തുന്നതിനുള്ള ഒരു ഭരണപരമായ പേപ്പറിൽ ഒപ്പിടാൻ ആഭ്യന്തരമന്ത്രി മാനുവൽ വാൾസ് വിസമ്മതിച്ചെന്നാണ് വിക്കിലീക്സ് റിപ്പോർട്ട് ചെയ്തത്. 2024 നവംബർ 15 ഫ്രാൻസ് വിടണമെന്ന വ്യവസ്ഥയിൽ ആ വർഷം ഡിസംബർ 6 അദ്ദേഹത്തെ വിട്ടയക്കാൻ ഒരു ഫ്രഞ്ച് കോടതി ഉത്തരവിട്ടു. ഈ ഉത്തരവിനെതിരെ സ്റ്റേറ്റ് പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയെങ്കിലും അദ്ദേഹത്തെ വിട്ടയക്കാനും ലെബനനിലേക്ക് ഉടൻ നാട് കടത്താനും 2025 ജൂലൈ 17 പാരീസിലെ അപ്പീൽ കോടതി ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് 2025 ജൂലൈ 25 അദ്ദേഹം ജയിൽ മോചിതനായി. പുറത്തിറങ്ങിയാൽ തന്റെ നാട്ടിൽ അധ്യാപകനാവാനാണ് ആഗ്രഹമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞത്. ലബനാന്റെ പതറാത്ത വിപ്ലവകാരിയാണ് അബ്ദുള്ള. ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ദീർഘകാലം രാഷ്ട്രീയ തലവുകാരനായിരുന്നു ജോർജ് ഇബ്രാഹിം അബ്ദുള്ള. ഫ്രാൻസിലേക്ക് ഇനി കടക്കരുതെന്ന വ്യവസ്ഥയിലാണ് മോചനം. പക്ഷേ ജയിൽ മോചിതനായ അദ്ദേഹം ആദ്യം സംസാരിച്ചത് ഗസയിൽ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. അറബ് രാജ്യങ്ങളുടെ ലജ്ജിപ്പിക്കുന്ന മൗനത്തെക്കുറിച്ചാണ്. ഒരു കാര്യം തീർച്ചയാണ്, ഇനിയുള്ള കാലം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി, പലസ്തീന്റെ നാവായി അദ്ദേഹവും ഉണ്ടാവും. ജോർജ് ഇബ്രാഹിം അബ്ദുള്ള.